നമുക്കൊന്ന് ചെമ്മീൻ തീയൽ എങ്ങനെ വെക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് അടികട്ടിയുള്ള ഒരു ചീനച്ചട്ടിയിൽ അരമുറി തേങ്ങ നന്നായിട്ട് ഒന്ന് വറുത്ത് മൂപ്പിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് ബ്രൗൺ കളറാകുന്നതും വരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. തേങ്ങ കരിഞ്ഞു പോകാൻ നോക്കണം കേട്ടോ. തേങ്ങയും മസാലയാണ് ഇതിൻ്റെ മെയിൻ. അതുകൊണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ അതൊക്കെ കളറ് മാറി വരുന്നുണ്ട്. നമുക്ക് ഏകദേശം ഒന്ന് കളറ് മാറിയത് ഈ ഒരു പരുവം വരെ നമുക്ക് ആക്കിയെടുക്കണം കേട്ടോ. തേങ്ങ കരിഞ്ഞു പോകാൻ നമുക്ക് നോക്കണം. നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അതിൻ്റെ ചൂട്ടിൽ കേട്ടോ. തേങ്ങയും മസാലയിലുമാണ് തീയലിൻ്റെ ആ ഒരു കണക്ക് വരുന്നത്. നമുക്ക് ആവശ്യമായ പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഫ്ലെയിം ഒന്ന് കുറച്ചതിന് ശേഷം ചീനച്ചട്ടി ഇച്ചിരി അല്പം പൊക്കി പിടിച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പച്ചമണം മാറണം വരെ ഒന്ന് ഇളക്കി റെഡിയാക്കി എടുക്കണം കേട്ടോ. പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമുക്കൊരു മൺചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിക്കണം. കടുക് ഒന്ന് പൊട്ടി റെഡിയായി വരുമ്പോഴേക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഇട്ടൊന്ന് മൂപ്പിച്ച് കൊടുക്കണം കേട്ടോ. അത് മൂത്ത് റെഡിയായി വരുമ്പോഴേക്ക് അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന സവാളയും തക്കാളിക്ക്, ഇവിടെ ഒരു തക്കാളിക്ക് എടുത്തിട്ടുണ്ട്, 1.5 സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് വഴറ്റി നന്നായിട്ടൊന്ന് വഴണ്ട് ഉടഞ്ഞ് വരുന്ന പരുവം വരെ നമുക്കൊന്ന് ഇളക്കി വഴറ്റിയെടുക്കണം കേട്ടോ. ആവശ്യമായ ഉപ്പും കറിവേപ്പില ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോഴേക്കും നമുക്ക് സവാള പെട്ടെന്നൊന്ന് വഴണ്ട് കിട്ടും, തക്കാളിക്ക് ഉടഞ്ഞും കിട്ടും കേട്ടോ. നമുക്ക് ഏകദേശം ഒന്ന് വഴണ്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. തക്കാളിക്കൊക്കെ നല്ലോണം ഉടഞ്ഞ് സവാള നണ്ട് ആയി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യമായ അരപ്പ് നമ്മൾ നേരത്തെ അരച്ച് വെച്ചേക്കുന്ന എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ മൂപ്പിച്ച് വെച്ചേക്കുന്ന തേങ്ങയും മസാലയും കൂടെ ചേർത്ത് അരപ്പ് അരച്ച് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അതിലേക്ക് 1.5 കുടംപുളി കേട്ടോ, നമ്മൾ കീറി ഇട്ടേക്കുന്ന 1.5 കുടംപുളി കൂടെ ചേർത്തിട്ടുണ്ട്. ഈ സമയത്ത് ആവശ്യമായ ഉപ്പും കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഒന്ന് ചെറുതായിട്ടും തിള വന്നപ്പോഴേക്കും നമുക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ചേക്കുന്ന ചെമ്മീൻ ചേർത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഒരു അരമുക്കാൽ മണിക്കൂറെങ്കിലും അടച്ച് വെച്ച് ഒന്ന് തിളപ്പിച്ച് ആ വെള്ളമൊക്കെ വറ്റി റെഡിയായി വരുമ്പോൾ ഇതുപോലെ കുറുകിയിരിക്കും കേട്ടോ. നമ്മുടെ ചെമ്മീൻ തീയലിവിടെ റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിക്കും ചോറിനും പാലപ്പത്തിനും വരെ നല്ലൊരു കറിയാണ്.